നോക്കൂ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ammeter shows I current applying a potential difference V across the resistor of resistance R for 10 seconds. Questions എന്താണ്? What is the total charge and what is the number of charge per second? പിന്നെ അടുത്തത് write any two equations to find the heat in terms of charge. ഇതാണ് പ്രശ്നം, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പാർട്ടാണിത്. ഇതെന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഹീറ്റിൻ്റെ ഇക്വേഷൻസ് ഇവിടെ തൽക്കാലം ഈ ഭാഗത്ത് തൽക്കാലം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, അതിന് ഫണ്ടമെൻ്റൽ ശരിക്കും അറിഞ്ഞിരിക്കണം. ഏറ്റവും ഫണ്ടമെൻ്റൽ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഐ എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ബൈ ടൈമാണ്. ഇതൊന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ലെറ്റ്സ് ഇമാജിൻ ഒരു 10 ആംപിയർ കറണ്ട് എന്ന് പറയണത് ഒരു 100 കൂളമ്പ് ചാർജ് 10 സെക്കൻഡ് നേരത്തേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിന് എന്ത് വിളിക്കും നമ്മൾ? കണ്ട 10 കൂളമ്പാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ 10 ആംപിയർ എന്ന് പറയണത് 10 കൂളമ്പ് ചാർജ് അവിടെ പാസ് ചെയ്യുന്നുണ്ട്. എപ്പോൾ? പെർ സെക്കൻഡിൽ. ഈ കാര്യം മനസ്സിലാക്കാതെ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ ക്വസ്റ്റിന് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടി കാണുന്നുണ്ട്. എന്താണ്? വാട്ട് ഈസ് എ നമ്പർ ഓഫ് ചാർജ് പെർ സെക്കൻഡ്? ഓരോ സെക്കൻഡിൽ എത്ര ചാർജ് പാസ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ പറഞ്ഞേക്കണത്. എത്ര ആംപിയർ ആണ്? I ആംപിയർ ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് എഴുതാം? I കൂളമ്പ് ചാർജ്. ലക്ഷ്യം ഇവിടെ 2 ആംപിയർ ആണ് എഴുതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്ന് പറയും? 2 കൂളമ്പ് ചാർജ് നിങ്ങൾ എഴുതും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തതിൽ നോക്കാം.